വോയിസ് ടൈപ്പിംഗ് മനുഷ്യരുടെ സ്വാഭാവിക ഭാഷണത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിയാനും ഭാഷണം അനുകരിക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്ന സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നിവേശക രീതിയാണ് വോയിസ് ടൈപ്പിംഗ്. അപ്പോൾ വോയിസ് ടൈപ്പിംഗ് എന്നത് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടിൻ്റെയും വോയിസ് ടൈപ്പിങ്ങിൻ്റെയും വരവോടെ കമ്പ്യൂട്ടറിലെയും മൊബൈൽ ഫോണിലെയും മലയാളത്തിൻ്റെ പ്രയോഗം ലളിതവും ജനകീയവുമായി തീരുകയുണ്ടായി. സ്പീച്ച് റെക്കഗ്നിഷൻ്റെ പ്രധാന ഘട്ടം മനുഷ്യൻ്റെ സഹജമായ ഭാഷണത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നിർണ്ണയിക്കുകയാണ്. ഒരു ഭാഷാ സമൂഹത്തിൻ്റെ ഭാഷണ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് യന്ത്രങ്ങൾ സന്നിവേശിപ്പിക്കുകയാണ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന ശബ്ദ നിവേശക സംവിധാനത്തിൽ പ്രവർത്തിക്കാനാവശ്യം. ശബ്ദ നിവേശകത്തിൽ 2 വിധത്തിലുള്ള പ്രക്രിയകൾ അടങ്ങുന്നു. ഒന്ന്, ലിഖിതത്തെ ഭാഷണമാക്കി രൂപാന്തരണം ചെയ്യുക, ടെക്സ്റ്റ് ടു സ്പീച്ച്. 2, ഭാഷണത്തെ ലിഖിതമായി രേഖപ്പെടുത്തുക, സ്പീച്ച് ടു ടെക്സ്റ്റ്. ഇത് രണ്ടാമത്തെ പ്രക്രിയയാണ് വോയിസ് ടൈപ്പിംഗിന് അടിസ്ഥാനം. ഇവിടെ ലിഖിതത്തെ ഭാഷണമാക്കി രൂപാന്തരണം ചെയ്യുക, ഭാഷണത്തെ ലിഖിതമാക്കി രൂപാന്തരണം ചെയ്യുക എന്നീ പ്രക്രിയകളാണ് നടക്കുന്നത്. മനുഷ്യശബ്ദങ്ങളെ പൂർണ്ണമായി അനുകരിക്കാൻ ഒരു യന്ത്രങ്ങൾക്കും സാധ്യമല്ല. മൈക്രോഫോണിൻ്റെ സഹായത്തോടെ ഭാഷണം പ്രോഗ്രാം മെമ്മറിയിൽ രേഖപ്പെടുത്തുന്നതാണ് ആദ്യ ഘട്ടം. രേഖപ്പെടുത്തിയ ശബ്ദ തരംഗങ്ങളെ സ്വനങ്ങളായി വേർതിരിച്ചെടുക്കുകയും അവയ്ക്ക് അനുസൃതമായ ലിപിവിന്യാസം ഒരുക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ സ്വാഭാവിക ഭാഷണ വ്യവസ്ഥ തിരിച്ചറിയുകയും അത് യന്ത്രവ്യവസ്ഥയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സ്പീച്ച് ടു ടെക്സ്റ്റ് പരിപൂർണാർത്ഥത്തിൽ സാധ്യമാകുന്നത്. സ്പീച്ച് ടു ടെക്സ്റ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻ്റർനെറ്റിൽ വോയിസ് സെർച്ചിങ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. കാഴ്ചാ പരിമിതി ഉള്ളവർക്ക് പോലും പരിമിതികളില്ലാതെ ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കാനും കമ്പ്യൂട്ടറിലേക്കും ഫോണുകളിലേക്കും ആശയങ്ങൾ എത്തിക്കാനും പഠന കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും ഇത് സാധിച്ചിട്ടുണ്ട്. സ്പീച്ച് ടു ടെക്സ്റ്റ് സാങ്കേതികവിദ്യയുടെ ഭാഗമായി ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഭാഷണ രൂപത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് സ്പീച്ച് ടു ട്രാൻസ്ലേഷൻ.